അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന പച്ചക്കറി തോല്, പഴങ്ങളെ തോല്, ഉള്ളിത്തോല്, മുട്ടത്തോല് എല്ലാം ഉണ്ട് ഇതിലിട്ടാ. ഈ മീനിൻ്റെ വേസ്റ്റ് വേണമെങ്കിൽ വെള്ളമില്ലാണ്ട് അതും വേണമെങ്കിൽ ഇതിലിടാം. എല്ലാ സാധനവും ഇടാം. പ്ലാസ്റ്റിക്കൊന്നും അല്ലാത്തത് വളമായി പോണ ഇലകൾ, പുല്ലുകൾ ഒക്കെ ഇടട്ടാം. അപ്പം അത് ഉണ്ടാക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത്. അതിന് മണ്ണുണ്ട് കുറച്ച് വരട്ട മണ്ണ്. പിന്നെ ധൃതരാഷ്ട്രപ്പച്ചയാണിത്. പിന്നെ അതിവിടെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ചെടുത്ത് 2 മാസം കൊണ്ട് പെട്ടെന്ന് നല്ല വളമാകാൻ. ഇതില്ലെങ്കിൽ പുല്ലിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതാണിത്. പിന്നെ ഒരു പഴയ ബക്കറ്റ്, അതിനൊരു 3 ഓട്ടം ഉണ്ടാക്കിക്കുക. ഇതിന് സ്ലറി താഴേക്ക് വലിക്കാൻ എന്നിട്ടൊരു ബക്കറ്റ് വെച്ച് കൊടുത്തേക്കുക. ഒരു ചെടിച്ചട്ടിയാ ബക്കറ്റാ എന്തും വെച്ചെടുക്കുക. അതിന് ദ്വാരമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ വെച്ചെടുക്കാൻ കരുതിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ആ സ്ലറി കുറേ വെള്ളമൊക്കെ കൂട്ടി, ഒരു കപ്പിന് 10 കപ്പ് വെള്ളമൊക്കെ കൂട്ടിയിട്ട് അതും ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കട്ട. നല്ലൊരു വളമാവും. അപ്പോൾ ഇത് മാവിൻ്റെ ഇലയാണ് കേട്ടോ. മാവിൻ്റെ ഇല കുറച്ചിട്ട് ഉണങ്ങിയ മാവിൻ്റെ ഇല അതൊന്ന് പൊടിച്ചിക്കണം കേട്ടോ. പൊടിക്കുന്നത് നല്ലതാണ് വേഗമാവാൻ. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് കുറച്ചിതാ. പിന്നെ ഇത് ധൃതരാഷ്ട്രപ്പച്ചാറിന് ചെടിയാണ്. അത് ഒരു ഇലയാണ്. എന്ത് പുല്ലാണെങ്കിലും ഉണ്ടെങ്കിൽ ഇടട്ടാ. അപ്പോൾ വേഗമായി കിട്ടും. എന്ത് അങ്ങനെ കുറച്ചും കൂടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലകൾ. പിന്നെ ഇതാ കുറച്ച് മണ്ണൊക്കെ ഇടാൻ പോകും. കുറച്ച് മണ്ണൊക്കെ ഇട്ട് പിന്നെ ഇത് താഴുമ്പോൾ അതിൽ ഇനിയും കൊടുന്നിടട്ടാ. എടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ നിർത്തിയാൽ മതി. നിറയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് മണ്ണ് ഇങ്ങനെ മേലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ ഇതുകൊണ്ട് മൂടി വെക്കുക. ഒരു മണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്നാൾ നമ്മളിട്ട അടുക്കള കമ്പോസ്റ്റൊക്കെ ഈ നിലക്കായിട്ട് താഴ്ന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി നമ്മൾക്ക് ഇടാം. അപ്പോൾ കുറച്ചൊക്കെ തോനടട്ട, കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ താഴ്ന്നു പോകണതിനനുസരിച്ചിട്ട് ഇനിയും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക് അല്ലാത്ത പഴത്തിൻ്റെ തോലും പച്ചക്കറി തോലും എല്ലാം ഉണ്ട് ഇതിലിട്ടാ. എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇത് നല്ല താഴ്ന്നു പോയി. ഇത് മണമൊന്നും ഉണ്ടാവില്ല കേട്ടാ. മണമൊന്നും ഉണ്ടാവില്ല.
ഇനി കുറച്ച് മണ്ണതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. താഴ്ന്നതിനനുസരിച്ചിട്ട് ഇനി ഇങ്ങനെ വിതറി കൊടുക്കുക. ഇനി ഇത് ചാണക സ്ലറിയാണ് കേട്ടോ. ഇത് വെളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഇത് അധികമൊന്നും ഒഴിക്കണില്ല, കുറച്ച് ഒഴിക്കണുള്ളൂ. ഈ വെള്ളം ഏറുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരും. അപ്പോൾ അതെടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒരു കപ്പിന് 10 കപ്പ് വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ മണം വരാണ്ട് ഇരിക്കാനാണ് ഇത് ചെയ്യുന്നത്. കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം ആയിപ്പം ഇങ്ങനെ മൂടി വെക്കണം കേട്ടോ. ഇതൊക്കെ താഴ്ന്നു പോകുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഇപ്പം നമ്മൾ 2 മാസമായിട്ട് ഇട്ട് വെച്ച കമ്പോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തരിയായിട്ടുള്ള കമ്പോസ്റ്റ് ഇതാ. കമ്പോസ്റ്റ് റെഡിയായി. ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കറുപ്പ് നിറത്തോട് കൂടിയിട്ട് വളരും. ചെടികളൊക്കെ നല്ലതാവും.